1386 പേര്. തുറന്നുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി. ഇതിൽ 528 പുരുഷന്മാർ, 559 സ്ത്രീകൾ, 299 കുട്ടികൾ 7 ക്യാമ്പുകളിലേക്കായാണ് മാറ്റിയത്. 201 പേരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനുമായി. ഇതിൽ 90 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വയനാട് ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 817 ആളുകളാണുള്ളത്. അതിൽ 19 പേര് ഗർഭിണികളാണ്. മേപ്പാടിയിൽ മൊത്തം 421 കുടുംബങ്ങളിലായി 1486 പേർ, 1486 പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളെപ്പറ്റി ഇന്നലെ പറഞ്ഞതാണ്. ആ സജ്ജീകരണങ്ങൾ പ്രവർത്തനനിരതമായി തന്നെ തുടരുന്നു. നിലവിൽ 1767 പേർ ഉൾപ്പെടുന്നു. അവരെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. അതിൽ 10 സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമീപ ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള 645 അഗ്നിസേനാ സംഘ അംഗങ്ങൾ, 167 DSC അംഗങ്ങൾ, MEGയിൽ നിന്നുള്ള 153 പേര്, ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉപകരണങ്ങളും എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക, താൽക്കാലിക കയർപ്പാലത്തിലൂടെ റെസ്ക്യൂ ടീമിനെ എത്തിക്കുക, ഇതിനെല്ലാം പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. റോഡ് തടസ്സം ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നീങ്ങുന്നത്. അതേപോലെ തന്നെ അട്ടമലയും ചൂരൽമലയും നല്ല നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ സ്വീകരിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേന, കേരള പോലീസ്, വിവിധ സേനാ വിഭാഗങ്ങൾ, വിവിധ വകുപ്പുകൾ ഇവയെല്ലാം ചേർന്ന് ഏകോപിതവും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് 132 സേനാംഗങ്ങൾ കൂടി എത്തി. കണ്ണൂർ DSCയിൽ നിന്ന് 6 ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 67 സേനാംഗങ്ങളുമുണ്ട്. താൽക്കാലികമായി ഒരാൾക്ക് നടക്കാനുള്ള പാലം ചൊവ്വാഴ്ച സന്ധ്യയോടെ സജ്ജമായിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടി. പാലത്തിലൂടെ ആളുകളെ ചൂരൽമലയിലേക്കും അവിടെ നിന്ന് ആശുപത്രിയിലേക്കും എത്തിക്കാനാവുന്നുണ്ട്. വ്യോമസേന ഹെലികോപ്റ്റർ ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ശ്രമിക്കും. ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. NDRFന്റെ 3 ടീമുകളുണ്ട്.
മദ്രാസ് റെജിമെൻറ്റ്, ഡിഫൻസ് സർവീസ്, കോപ്സ് എന്നിവർ ഡിങ്കി ബോട്ട്സും വടവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ലോക്കൽ പോലീസിൻ്റെ 350 പേർ സ്ഥലത്തുണ്ട്. കേരള പോലീസിൻ്റെ കടാവർ നായകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ടീം, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയും ഇവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 2 ഹെലികോപ്റ്ററുകൾ, LLH MI-7 ഹെലികോപ്റ്ററുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചുവടുമലയിൽ താലൂക്ക് തല കൺട്രോൾ റൂം തുടങ്ങി. Right, so that's the Kerala Chief Minister Pinarayi Vijayan there talking about what's happening. Is giving us details about the rescue operations. Several people have been moved to relief camps and hospitals as well, and meanwhile identification of the bodies is also underway. My colleague Sneha Koshi was also helping us understand what's happening there. She continues to be on the broadcast with us. Sneha, help us understand what the Chief Minister is saying here, because from what we understand, the rescue operations are still underway. The government is doing all that it can to ensure that those who have rescued are also rehabilitated. So help us understand what Pinarayi Vijayan was saying just now. So, Ashish, couple of details. One, Pinarayi Vijayan is right now giving out the operational details. This is a routine press conference that he would do usually when there would be a disaster, natural calamity in the state, giving an update to the state, to the people of what all other developments or procedures which have been taken and put in place. Right now, what we know at this point, 144 people have died. That's what the Chief Minister has said. It's extremely unfortunate. 191 people are still missing. Now, that's the big concern. While there may be people who are isolated, who have been cut off with the mainstream amid all of this landslide, there's also huge concerns about this figure, 191 that are still missing. He's also spoken about the bodies that were retrieved or are being retrieved from the rivers near Malappuram. He's saying there are efforts on to even identify those bodies as well, to be able to hand over them to the family members. There are systems in place. He's given the details about how there are different relief teams that have reached the spot, the rescue teams that have reached the spot. Around 8,017 people have been moved to at least over 80 relief camps across Wayanad, and that's what the Chief Minister has said. Around 19 women are pregnant.